Hello everyone, welcome to Disha Academy. SSC CGL 2025 ആപ്ലിക്കേഷൻ പ്രോസസ്സ് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 4 വരെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. കറക്ഷൻ ഡേറ്റ് വരുന്നത് ജൂലൈ 9-നും 11-നും ഇടയ്ക്കാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് അറിയാണ്ടോ എന്തെങ്കിലും ചെയ്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ടൈമാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ടൈം. അപ്പോൾ ഈ ഒരു രണ്ട് ടൈം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷനായ CGL-ന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവർ, കാരണം എന്തെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ്റെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആധാർ വെരിഫിക്കേഷൻ പോലെയുള്ള പ്രോസസ്സിൽ പെട്ടുകിടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. SSC CGL 2025 ഹൗ ടു അപ്ലൈ ഫോം ഫില്ലപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വെബ്സൈറ്റ് ഏതായിരിക്കണം. ssc.gov.in എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ ഒന്നീ ഫോണിൽ കൂടെ കയറുക അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ, സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഡേറ്റാസ് എൻട്രി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരാണുള്ളത്. ഒന്നെന്താണ്, ലോഗിൻ ചെയ്യാനുള്ളവർ, അതായത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർ. ആദ്യമേ എന്ത് ചെയ്തിട്ടുണ്ട്, ssc.gov.in കയറി വെബ്സൈറ്റിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പല പല എക്സാംസുകൾ എഴുതിയിട്ടുണ്ട്. അതൊരു കാറ്റഗറി ആൾക്കാരാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്താണ്, പുതിയ ആൾക്കാർ, ആദ്യമായിട്ടാണ് ഒരു SSC എക്സാം എഴുതാൻ പോകുന്നു എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ആൾക്കാരാണ്. ഒന്ന് ലോഗിനും ഒന്ന് രജിസ്റ്ററും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ലോഗിൻ കാർഡിന്റെ കാര്യം പറയാം. അപ്പോൾ ഈ ഒരു കാർഡാണ് നിങ്ങൾക്ക് വരുന്നത്, അടുത്ത പേജിൽ വരുന്നത്. ആ ലോഗിൻ ഓർ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓൾറെഡി യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, യൂസർ നെയിം ഒക്കെ മറന്നുപോയവരാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മെയിലിലോ, അതായത് നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള മെയിലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ SSCയിൽ തന്നെ എക്സാംസുകൾ എഴുതിയിട്ടുണ്ടായിരിക്കും 2024, അതിലൊക്കെ നിങ്ങളുടെ എന്ത് കാണും, രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും കേട്ടോ. യൂസർ നെയിം അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് കേട്ടോ. ഫോർഗട്ട് പാസ്വേഡ് കൊടുത്താൽ നിങ്ങൾക്ക് പാസ്വേഡ് വരും. എവിടെയായിരിക്കും, ഇമെയിലായിരിക്കും വരുന്നത്, നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിലിലായിരിക്കും വരുന്നത് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി രജിസ്റ്റർ ചെയ്യാനുള്ളവരുടെ കാര്യം പറയാം. രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻകാർ ശ്രദ്ധിക്കേണ്ട കാര്യം. രജിസ്റ്റർ നൗ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, ഒരു ഓപ്ഷൻ വരും അല്ലേ, വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് OTR. ഇപ്പോൾ വന്നിട്ടുള്ള കാര്യമാണ്, 30-ാം തീയതി വരെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അതിനുള്ളിൽ തന്നെ ചെയ്തോണം. കാരണം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 30-ാം തീയതി, കാരണം എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. 30-ാം തീയതിക്ക് എന്ത് ചെയ്യുക, 30-ാം തീയതിക്ക് മുമ്പ് തന്നെ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടിരിക്കുക. ഓൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ നമ്പർ, ഒരു പാസ്വേഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞ് അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ കാസ്റ്റ് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലെയുള്ള മറ്റ് ഡീറ്റെയിൽസ് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. നിങ്ങളാണ് ഒരു കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുക. അതൊരു ഓപ്ഷൻസ് ആണ് വരുന്നത് ഓൺ ടൈം രജിസ്ട്രേഷൻ്റെ അകത്ത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. 30-ാം തീയതി വരെ സമയമുള്ളൂ. അവർ എന്ത് ചെയ്തതാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെയാണ്, ഈ ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെയാണ്. അത് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കൊടുക്കുക, ലോഗിൻ ഓർ രജിസ്റ്റർ കൊടുക്കുക, രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെ വലിയൊരു സംഭവമാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ്, പാസ്വേഡ് ക്രിയേഷൻ, അഡീഷണൽ ഡീറ്റെയിൽസ്, ഡിക്ലറേഷൻ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. അതിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ആധാർ കാർഡ് വെരിഫിക്കേഷൻ ആണ്. ആധാർ വെരിഫിക്കേഷൻ അതാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, SSC അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസ് എന്ന് പറയുന്നത്. ഇതുവരെയും ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരാണ്, SSCയുടെ സൈറ്റിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഈ സമയത്ത് തന്നെ ചെയ്തോളുക. ഇതിവിടെ കണ്ടല്ലോ, ഈ പറയുന്ന ഫസ്റ്റ് തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർ ഓൺ ടൈം രജിസ്ട്രേഷനിൽ ചോദിക്കുന്നത് എന്താണ്, ആധാർ കാർഡാണ്. ആധാർ കാർഡ് വെരിഫൈ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിലും ഈ ആധാർ കാർഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈമാണിത്. ഇവിടെ ചോദിക്കുമ്പോൾ ഡു യു ഹാവ് ആധാർ കാർഡ്, എസ് എന്ന് കൊടുക്കുക, ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക, ആ ആധാർ വെരിഫൈ ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കും, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നെയിം ചോദിക്കും, പേര്. ഈ ആധാറിലുള്ള പേര് തന്നെ എന്തിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, SSCയുടെ വെബ്സൈറ്റിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യം. ഇതിപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ആധാറിൻ്റെ രീതിയിലേക്ക് നിങ്ങളുടെ പേരുകൾ മാറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ SSCയിൽ നിങ്ങൾ എന്താണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു നെയിം ആയിരിക്കും നിങ്ങളുടെ ആധാറിലും വരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് നിങ്ങൾ അടുത്തുള്ള ആധാർ സെൻറ്ററിൽ പോയിട്ട് തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ആധാറിൻ്റെ വെരിഫിക്കേഷൻ ഈ ഒരു ഫസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ നടക്കുകയാണ്. അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതാണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് വരും. അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുക്കണം. നിങ്ങളുടെ ഏത് കാസ്റ്റ് ആണ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടോ അത്രയും വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കാം. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ഒരു ഇമെയിലും പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ആ പാസ്വേഡും ഇമെയിലും കളഞ്ഞു പോവാതെ നിങ്ങളുടെ ഫോണിൽ തന്നെ എന്ത് ചെയ്യുക, ഫീഡ് ചെയ്തിടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ.
അപ്പോൾ ഡിക്ലറേഷൻ കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, ലോഗിൻ ഓർ രജിസ്റ്റർ ആയല്ലോ, നിങ്ങളിപ്പോൾ രജിസ്റ്റേർഡ് ആയി. നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തവർക്ക് ഓൾറെഡി ഉണ്ട്. അതിൽ ആധാർ മാത്രം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്താൽ മതി. ആധാർ വെരിഫൈ ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ നിങ്ങളുടെ ആധാറിൻ്റെ അവിടെ ഒരു ജനറേറ്റ് കോഡ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ആധാർ ഉണ്ടല്ലോ, വെരിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കേട്ടോ. ഇനി അത് രണ്ടും കഴിഞ്ഞിട്ട്, അതായത് രജിസ്റ്റർ ആയി, നിങ്ങൾ പുതിയ ആൾക്കാരും രജിസ്റ്റർ ആയി കഴിഞ്ഞു, ഒരു പാസ്വേഡ് ഒക്കെ കിട്ടിക്കഴിഞ്ഞെങ്കിൽ നേരെ വന്ന് എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു ഇത് കണ്ടോ, ക്വിക്ക് ലിങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ക്വിക്ക് ലിങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ. കാരണം ഹോം പേജിൽ തന്നെ നമ്മൾ നേരത്തെ ഈ ഒരു പ്രോസസ്സാണ് ചെയ്തത്. ഇപ്പം ചെയ്യേണ്ടത് ക്വിക്ക് ലിങ്കിലെ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ നിൽക്കിയാൽ മാത്രം മതി. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നാൽ മതി, എന്ത് ചെയ്താൽ മതി, ഇപ്പം ലൈവ് ആയിട്ടുള്ള എക്സാംസുകൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പോൾ ലൈവ് ആയിട്ടുള്ള, ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന എക്സാംസുകൾ. ഇപ്പോൾ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D മുന്നേ വിളിച്ചതാണ്. നാളെയും കൂടെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റ് എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സിനാണ്. അത് കഴിഞ്ഞ് നമ്മുടെ CHSL വിളിച്ചിട്ടുണ്ട്, +2 ലെവൽ CHSL ഉണ്ട്. അത് കഴിഞ്ഞ് എന്തുണ്ട്, CGL ഉണ്ട്, CHSL ഉണ്ട്, CGL ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇവിടെ കണ്ടോ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു അറ്റ് എ ടൈം എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് CGL അല്ലെങ്കിൽ CHSL കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ ആണ് സ്റ്റെനോഗ്രാഫർ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് നമ്മളിന്ന് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വരും ഓക്കെ, നമ്മുടെ SSC CGL ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ലൈവാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ SSC CGL, കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാമല്ലോ ഓഗസ്റ്റിലാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുന്നേ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് SSC CGL കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. ക്രാഷ് കോഴ്സാണ്, ദിശ ലേണിംഗ് ആപ്പിലാണ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. SSC CGL ഫോക്കസ് ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സ് ആണ്. എല്ലാ സബ്ജക്ട്സിൻ്റെയും കൃത്യമായിട്ടുള്ള, അതായത് കൃത്യമായ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം എന്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണും. അതായത് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ വരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ നെയിം എന്താണോ ഉള്ളത് ആ നെയിമും നിങ്ങളുടെ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവിടെ കാണിക്കും. അതിലൊന്നും മിസ്റ്റേക്ക് ഇല്ലാന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്തോണം. അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൈവ് എക്സാമിനേഷൻ ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, ഇവിടെ ലൈവ് എക്സാമിനേഷൻ അടുത്ത പേജാണ് കേട്ടോ. അടുത്ത പേജിൽ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വലിയൊരു ബോക്സ് ആണ്. ഇവിടെ വലിയ ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ എല്ലാം ഇവിടെ കാണിക്കും. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ നെയിം പോലെയുള്ള കാര്യങ്ങൾ അവിടെ കാണിക്കും. എന്നിട്ട് നേരെ ഇവിടെ താഴോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ലൈവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത പേജിൽ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഏതാ കൊടുക്കുന്നത്, CHSL ഉണ്ട്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. നമുക്ക് ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്. 4/7/2025 വരെ സമയമുള്ളൂ. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഫീ പേയ്മെന്റ് 5/7 വരെ ഉണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് ഒന്നും പേ ചെയ്യാൻ പറ്റത്തില്ല, അത് ശ്രദ്ധിക്കണം. സൈറ്റ് ഹാങ് ആയി പോകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ അപ്ലൈ കൊടുക്കുമ്പോഴേക്കും അടുത്തൊരു വലിയൊരു ബോക്സ് വരും. എന്താണ് ചെയ്യേണ്ടത്, നോട്ടീസ് ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ടോ, ഏജ് ലിമിറ്റ് ഒക്കെ മനസ്സിലാക്കിയോ എന്നൊക്കെ ഒരു ഇത് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഫിൽ ഫോം. നമ്മൾ ഫോം ആണല്ലേ ഫിൽ ചെയ്യുന്നത്, ഫില്ല് ഫോം കൊടുക്കുക. ഈ ഒരു ബട്ടൺ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ ഫോം കൊടുക്കുമ്പോഴേക്കും അടുത്ത പേജ് വരും. അടുത്ത പേജിൽ എന്താണ്, നിങ്ങൾ നേരത്തെ കൊടുത്ത എല്ലാ സംഭവങ്ങളും ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഒന്നും കൂടെ റീചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അതായത് നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത സമയത്ത്, ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത സമയത്ത് എന്തൊക്കെയാണോ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അതായത് ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും, നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് നെയിം എഴുതിയിരിക്കും. ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ എന്താണ് നെയിം എന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ഓക്കെ, എന്താണെന്ന് കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ന്യൂ ചേഞ്ച് നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓൺ ടൈം രജിസ്ട്രേഷൻ ഡേറ്റയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, വൺ ടൈം രജിസ്ട്രേഷനിൽ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഓൾറെഡി ഫില്ലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിലെല്ലാം ചെക്ക് ചെയ്താൽ മതി. ഫാദേഴ്സ് നെയിം ഉണ്ടോ, മദേഴ്സ് നെയിം ഉണ്ടോ, ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമാണോ, അതായത് മെട്രിക്കുലേഷൻ സർവേ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണോ ഉള്ളത്, ഏജ് കാണിക്കുക. 1/8/2025 നിങ്ങളുടെ വയസ്സ് എത്രയാണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. അത് കൃത്യമായിട്ട് തന്നെ അവർ അടയാളപ്പെടുത്തിയിരിക്കും. പിന്നെ ജെൻഡർ, കാറ്റഗറി ഇതെല്ലാം അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കും. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ കാണും, അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്, അപ്ലോഡ് ഡോക്യുമെന്റ്സ്, പ്രിവ്യൂ ഫോം, സബ്മിറ്റ് ഫോം. ശരിക്കും അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് വേറെ ഒരു ഡോക്യുമെന്റ് നമ്മളിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇതൊന്നും നമുക്ക് അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? സിഗ്നേച്ചറിനെയും അതുപോലെ തന്നെ ഫോട്ടോയിനെയാണ്. സിഗ്നേച്ചറും ഫോട്ടോയിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിഗ്നേച്ചറും ഫോട്ടോയാണ് അപ്ലോഡ് ഡോക്യുമെന്റ് സമയത്ത് വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടൊക്കെ വരുന്നത് നിങ്ങളുടെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അതായത് PWD കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? എസ് കൊടുക്കണം. ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഒക്കെ അവർക്ക് കൃത്യമായിട്ട് തന്നെ ഓൾറെഡി നിങ്ങൾ ഇതെല്ലാം ഫില്ല് ചെയ്തതാണ്. ഇവിടെ ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ ഓൺ ടൈം രജിസ്ട്രേഷനിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഫില്ല് ചെയ്തത് അതെല്ലാം വരും ഇവിടെ. വിസിബിൾ മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ, 10th ക്ലാസ്സിന്റെ മാർക്ക്, ഇയർ ഓഫ് പാസിങ്, റോൾ നമ്പർ. ശരിക്കും നമുക്ക് അതാണ് വേണ്ടത്. അല്ലാതെ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ വേണ്ടത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ്. ഇവിടെ നമുക്ക് വേണ്ടത് പാസ് ചെയ്ത ഇയർ, അതുപോലെ റോൾ നമ്പർ, എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത ബോർഡ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു സംഭവമൊക്കെ കൊടുത്തതിന് ശേഷം പിൻകോഡ്, ഇമെയിൽ, മൊബൈൽ നമ്പർ. ഈ ഇമെയിൽ, മൊബൈൽ നമ്പർ നിങ്ങൾ SSC ആയിട്ട് വെരിഫൈ ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ക്രോസ് ചെക്ക് വരാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടോ? അതിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ കൊടുക്കുക കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ +2 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ +2 കൊടുക്കുക. പക്ഷേ ഇതെന്താണ്? ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്, അപ്പോൾ അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുത്തു. ഇനി ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഈ എക്സാമിന് എന്താണ് വേണ്ടത്? ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരും നിങ്ങൾക്ക് എന്താണ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? ഡിഗ്രി കൊടുക്കുക, അല്ലെ ഗ്രാജുവേഷൻ കൊടുക്കുക. അവർ ചോദിക്കും ഡിസ്റ്റന്റ് ഡിഗ്രി ആണോ, ആ ഒരു രീതിയിലൊക്കെ ചോദിക്കും. ക്വസ്റ്റ്യൻസ് കാണും. ഇക്വലന്റ് ടു ഡിഗ്രി ആണോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആർമി ഫോഴ്സിൽ നിന്നുള്ള ഡിഗ്രി ആണോ ചെയ്തിരിക്കുന്നത്, എന്തെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നോർമലി ഉള്ള ഗ്രാജുവേഷൻ ആണ് ചെയ്തതെന്നുള്ളൊരു കാര്യം കാണിക്കുക. അത് കഴിഞ്ഞ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഒക്കെ ചോദിക്കും, EQ സ്റ്റാറ്റസ്. അത് കഴിഞ്ഞ് പാസിംഗ് ഇയർ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫെയിൽഡ് ആണോ? പാസ്ഡ് എന്ന് കാണിക്കുക കേട്ടോ. പാസ്ഡ് എന്ന് കാണിക്കുക. അതായത് നിങ്ങളിപ്പോൾ റിസൾട്ടിന് കാത്തിരിക്കുന്നവരാണെങ്കിലും മറ്റേ അവർ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മുമ്പേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാസ്ഡ് എന്ന് കൊടുക്കാം കേട്ടോ. പാസിംഗ് ഇയർ കാണിക്കുക. ഇപ്പോൾ 2000 എത്രയിലാണ് പാസ് ചെയ്തത് അത് കൊടുക്കുക. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി. കേരള ആയിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും വരുന്നത്. നെയിം ഓഫ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി എന്തായിരിക്കും വരുന്നത്? നിങ്ങൾ ഏതാണ് യൂണിവേഴ്സിറ്റി പഠിച്ചത്? കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞ് റോൾ നമ്പർ കാണും. അതായത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലുള്ള നിങ്ങളുടെ റോൾ നമ്പർ ആണ് ഇവിടെ വേണ്ടത് കേട്ടോ. റോൾ നമ്പർ. പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGPA കൊടുക്കുക. പല സിസ്റ്റത്തിൽ പലതാണല്ലോ. ഇപ്പോൾ പെർസെൻറ്റേജ് കിട്ടിയത് ഇപ്പോൾ 94 ആണെങ്കിൽ അത് കൊടുക്കുക. CGPA എന്ത് ചെയ്യുക? 9.4 അങ്ങനെ എന്തെങ്കിലും ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതും കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് കാര്യങ്ങൾ കേട്ടോ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഇവിടെ ചോദിക്കുന്നത് വെദർ യു ആർ എക്സ് സർവീസ് മാൻ. എക്സ് സർവീസ് മാനുകാർക്കും വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് എക്സ് സർവീസ് മാൻ ആണെങ്കിൽ S എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നോ എന്ന് കൊടുക്കുക. എക്സ് സർവീസ് മാൻ ആണോ? അല്ല. വെദർ സീക്കിംഗ് ഏജ് റിലാക്സേഷൻ, യെസ്. ഏജ് റിലാക്സേഷൻ വേണമെന്നുള്ളവരാണെങ്കിൽ, അതായത് OBC കാറ്റഗറി അല്ലെങ്കിൽ SC ST EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ എന്ത് ചെയ്യുക? ഇവിടെ എന്ത് കൊടുക്കുക? S കൊടുക്കുക. ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇഫ് എസ് ഏജ് റിലാക്സേഷൻ കോഡ് ഇവിടെ കാണും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? OBC കാണും, EWS അല്ലെങ്കിൽ കാണും, ജനറൽ ആണോ എന്ന് കാണും, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും കാസ്റ്റ് SC ST കാറ്റഗറി ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ? OBC NCL ആണെങ്കിൽ OBC NCL എന്ന് തന്നെ പറഞ്ഞ് എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക കേട്ടോ. OBC NCL ആണെങ്കിൽ ടിക്ക് ചെയ്യുക. അങ്ങനെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. OEC-കാർ ഏത് കാറ്റഗറിയിൽ വരുമെന്ന് ചോദിക്കും. OEC-കാരെ OBC-യിലായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്ന് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്തോളാം. ഇനി അടുത്ത ഡു യു വാണ്ട് ടു മേക്ക് എനി പേഴ്സണൽ ഇൻഫർമേഷൻ അവൈലബിൾ. ഇത് യെസ് അല്ലെങ്കിൽ നോ ഏത് വേണോ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നമ്മുടെ കാസ്റ്റ് അവിടെ തെളിയിക്കണം. നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും എന്ത് ചെയ്യും? അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അഡീഷണൽ ഇൻഫർമേഷൻ 2 ആയിട്ട് ചോദിക്കുന്നത് എക്സാമിനേഷൻ സെന്റർ ആണ്. മറ്റത് നിങ്ങൾക്ക് എന്തെങ്കിലും റിലാക്സേഷൻ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ എന്താണ്? എക്സാമിനേഷൻ സെന്ററിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷൻ സെന്റർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതേതാണ് വരുന്നത്? KKR റീജിയൻ. ഫസ്റ്റ് എന്ത് ചെയ്യുക? KKRലാണ് നമ്മൾ വരുന്നത്. കർണാടക കേരള റീജിയനിലാണ് നമ്മൾ വരുന്നത്. അതിൽ പ്രിഫറൻസ് നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റേറ്റുകൾ കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് കിടക്കുന്നത് ഒന്ന് തിരുവനന്തപുരമാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അടുത്ത് കൊല്ലം കൊടുക്കുക. പിന്നെ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട് ഏതാണെങ്കിലും നമുക്ക് കൊടുക്കാം. എല്ലാ സ്റ്റേറ്റ്സും ഉണ്ട്. അതായത് അടുത്തടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൊടുക്കുക. മീഡിയം ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് ഇതിൽ മലയാളമില്ല, ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് വരുന്നത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് വരുന്നത്. ഏറ്റവും ബെസ്റ്റ് നമുക്കറിയാവുന്ന എന്ത് തന്നെയാണ്? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കൊടുക്കുക.
വെരിഫൈ മീഡിയം ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വീണ്ടും ചോദിക്കും, ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക. മീഡിയം ഫോർ ടൈപ്പിംഗ് ടെസ്റ്റും ചോദിക്കും, ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക കേട്ടോ. ഇംഗ്ലീഷാണ് വരുന്നത് കേട്ടോ, ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്, ഇംഗ്ലീഷ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലൊന്നും മിസ്റ്റേക്സ് വരുത്തല്ലോ, അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്തതായിപ്പോൾ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി 40% ഓർ മോർ ആണ് ശരിക്കും ഇൻ ദ കാറ്റഗറി ഓഫ് ബ്ലൈൻഡ്നെസ്. ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മൾ ഡിസബിലിറ്റി അല്ലാന്ന് എഴുതിയിരിക്കണോണ്ട് അവിടെയൊക്കെ നമുക്ക് നോ എന്ന് പറഞ്ഞ് തന്നെയാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ടോ, സ്ക്രൈബിനെ വേണമെന്ന് ചോദിക്കും. സ്ക്രൈബ് വേണമെന്നുള്ള അവസരം ഉണ്ടല്ലോ, അപ്പോൾ അത് സ്ക്രൈബ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, എസ് കൊടുത്തിട്ട് സ്ക്രൈബ് എസ് എന്ന് തന്നെ പറയുക. എന്തെങ്കിലും കുഴപ്പമുണ്ട്, അതായത് ഫിസിക്കൽ ലിമിറ്റേഷൻ പെട്ടെന്ന് വന്നു, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് എന്തെങ്കിലും പറ്റി കൈ എന്തെങ്കിലും മുറിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, എസ് കൊടുക്കാം, സ്ക്രൈബ് വേണമെന്ന് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്താണ് 12th സ്റ്റാൻഡേർഡ് പാസ് ഏതിലാണെന്ന് ചോദിക്കും. കാരണം CGL ആയതുകൊണ്ട് ഇതിൽ ചില പൊസിഷൻസ് എന്താണ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് ഉണ്ട്. അതുകൊണ്ട് +2 സ്റ്റാൻഡേർഡ് പാസ് ഇൻ സയൻസ് സ്ട്രീം വിത്ത് മാത്തമെറ്റിക്സ് ആണെങ്കിൽ, അത് സയൻസ് ആണ് നിങ്ങൾ എടുത്തെങ്കിൽ ഇവിടെ എസ് കൊടുക്കാം കേട്ടോ. സയൻസ് ആണെങ്കിൽ എസ് കൊടുക്കാവുന്നതാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി വരുന്നത് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. കണ്ടോ, അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾക്ക് വരുന്നത് ശരിക്കും ഇങ്ങനെ ഒരു എന്ത് കാണും, QR കോഡ് കാണും. ഇവിടെ എന്താണ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും മാത്രമാണ് ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്, ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും, വേറെ ഒന്നും വേണ്ട. പക്ഷെ ആ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറിനും കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നമുക്ക് ഡയറക്റ്റ്ലി വെബ്സൈറ്റ് വഴി ചെയ്യാനായിട്ട് പറ്റൂല. ഒന്നി നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ SSCയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യണം, അതിൽ കയറി ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഒന്നി QR കോഡ് സ്കാൻ ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ മൈ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് മൈ SSC എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും, ഈ ഒരു ആപ്പ് കിട്ടും. ഈ ആപ്പ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ ഓപ്പൺ ആയിട്ട് വരും. ആ ഫ്രണ്ടിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ എന്ത് കാണും, അപ്ലൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. ആ അപ്ലൈയിൽ ശരിക്കും പറഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, CHSL, ഹിന്ദി ട്രാൻസ്ലേറ്റ് എക്സാമിനേഷൻ, സ്റ്റെനോഗ്രാഫ് തുടങ്ങി കറന്റ് ലൈവ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും അതിനകത്ത് കാണും. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഫസ്റ്റ് നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, SSC ഡൗൺലോഡ് ചെയ്തിട്ടോളൂ, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടോളൂ. ഒന്നീ QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് കയറുക, അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ ചെന്ന് മൈ SSC എന്ന് പറഞ്ഞ് അടിച്ച് നോക്കുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ എന്ന് പറയുന്ന ഇത്രയും ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കൊടുക്കുക. ഈ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ കൊടുക്കുക. ഇതിൽ കയറിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഓപ്ഷൻസ് അതിനകത്ത് തന്നെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചോദിക്കും, യൂസർ നെയിമും മറ്റേ നമ്മൾ ആദ്യം കണ്ടതുപോലെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ഒന്നേ രജിസ്റ്റർ നമ്പർ പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് അകത്ത് കയറാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അകത്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് വരും, ലൈവ് ഫോട്ടോ എടുക്കേണ്ട റിക്കമെൻഡേഷൻസും കാര്യങ്ങൾ വരും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം വരും. ഇപ്പോൾ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ എന്താണെന്ന് അവർ കൃത്യമായിട്ട് കണ്ടീഷൻസ് അതിൽ തന്നെ പറയും. അവരല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കൃത്യമായിട്ട് സ്റ്റാൻഡ് ബൈ നിന്നിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ടൊന്നും നിൽക്കാണ്ട്, കണ്ണാടിയൊന്നും വെക്കാണ്ട്, നമ്മുടെ ക്യാപ്പോ അങ്ങനത്തെ ഒരു സാധനവും വെക്കാണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നോർമലായിട്ടുള്ള ഡ്രസ്സിൽ ഇത്രയും ഏകദേശം നമ്മുടെ ഈ ഒരു ഭാഗം വരെ കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് അത് ഒരു കോളം വരും. ആ കോളത്തിനകത്ത് നമ്മുടെ ഫേസ് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ ഒരു കൃത്യമായിട്ട് സിമട്രിയിൽ തന്നെ കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ചരിഞ്ഞിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് കൃത്യം ആ ഒരു ബോക്സിനുള്ളിൽ തന്നെ ഫിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഗ്ലാസ് വെക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ലുക്ക് ചെയ്യണം കേട്ടോ. അതെന്ത് ചെയ്യുക, ക്യാപ്ചർ ലൈവ് ഫോട്ടോ അവിടെ തന്നെ കാണുന്നത്. ക്യാപ്ചർ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അവിടെ എന്ത് ചോദിക്കും, ഈ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫേസ് ഓതൻറ്റിക്കേഷൻ ചോദിക്കും, അത് പെൻഡിങ് ആണ്. ഇവിടെ കണ്ടോ, ഇത് ശരിക്കും വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്പിൽ ചെന്നിട്ട് ചെയ്ത് വരുമ്പോൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോ, ക്യാപ്ചർ അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് ചോദിക്കും. അപ്പോൾ സിഗ്നേച്ചർ ഇട്ടിട്ട് ആ സൈസ് കൃത്യമായിട്ട് നോക്കിക്കോണം. അതിനൊക്കെ ആപ്പുകളുണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ വെബ്സൈറ്റ് ആപ്പുകളുണ്ട്. അതിൽ കയറിയിട്ട് ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 10 KB-ലും 20 KB-ലും ഇടയ്ക്ക് നിൽക്കുന്ന JPEG പിക്ചേഴ്സാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് തന്നെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ പേർക്കും മിസ്റ്റേക്സ് വരുന്ന അല്ലെങ്കിൽ എല്ലാവരും റിജക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കാര്യങ്ങൾ ഈ ഫോട്ടോഗ്രാഫിൻ്റെ സിഗ്നേച്ചറിൻ്റെയാണ്. അപ്പോൾ സിഗ്നേച്ചറൊക്കെ കൃത്യമായിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക, ചെറുതായിട്ടോ അല്ലെങ്കിൽ ആ ബോക്സിൽ നിൽക്കാതെ ഫില്ലാവാത്ത രീതിയിലോ ഒന്നും ഇടരുത്. കൃത്യമായിട്ടുള്ള കളർ പെൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ബ്ലഡ് ആയിട്ടൊന്നും നിങ്ങൾ കൊടുക്കരുത്. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചോണം. ഇത് കഴിഞ്ഞാൽ ഈ ഒരു 2 ഓപ്ഷൻസ് കഴിയുമ്പോൾ നിങ്ങൾ ഓൾറെഡി വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ഇവിടെ എന്ത് കാണിക്കും,
സ്റ്റാറ്റസ് പെൻഡിങ് അല്ല എന്ന് കാണിക്കും, അതായത് ഓൾറെഡി കംപ്ലീറ്റഡ് എന്ന് കാണിക്കും, പെൻഡിങ് എന്ന് കാണിക്കാതെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, അത് കഴിഞ്ഞ ഉടനെ പ്രിവ്യൂ ഫോം. കാരണം ഇവിടെ ഇപ്പോൾ എന്തായിരുന്നു, നമ്മൾ കഴിഞ്ഞ ഓപ്ഷൻ വരെ അപ്ലോഡ് ഡോക്യുമെന്റ്സിലാണ് നിന്നത്. അപ്പം നമ്മൾ സിഗ്നേച്ചറും അതുപോലെ തന്നെ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജാണ് പ്രിവ്യൂ ഫോം. ആ പ്രിവ്യൂ ഫോമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ എന്ത് കൊടുക്കുക, നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് നെയിം എന്താണെന്ന് കൊടുക്കുക, കാൻഡിഡേറ്റ്സ് നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് എന്തെങ്കിലും ചേഞ്ച്ഡ് നെയിം ഉണ്ടെങ്കിൽ ചേഞ്ച്ഡ് നെയിം കൊടുക്കുക. നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ അടുത്ത് ഇവിടെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് തന്നെ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് പ്രിവ്യൂ ഫോമാണ്, അതായത് നിങ്ങൾ എന്തൊക്കെയാണോ ഡീറ്റെയിൽ ഫില്ല് ചെയ്തത് അതെല്ലാം ശരിയാണോ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു സമയമാണ്, അത് കാണും. എന്നിട്ട് അവസാനം എന്താണ്, സബ്മിറ്റ് ഫോം ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിൽസും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡിക്ലറേഷൻ വരും, നിങ്ങൾ ചെയ്തത് ശരിയാണോ, ഐ ഹാവ് റീഡ് ദ നോട്ടിഫിക്കേഷൻ ആൻഡ് ഞാൻ ഇവിടെ കൊടുത്തതെല്ലാം കൃത്യമാണ്, SSCയിൽ ആധാർ വെരിഫൈ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. അവിടെ എന്ത് കൊടുക്കുക, ഐ എഗ്രി എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്ത് കൊടുക്കുക, ക്യാപ്ച ടൈപ്പ് ചെയ്യുക. ഓക്കെ, ക്യാപ്ച ടൈപ്പ് ചെയ്യുക, അടുത്ത പേജിലേക്ക് പോവാം. ക്യാപ്ച കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ ശരിക്കും ഇതിപ്പോൾ ഫീമെയിലിൻ്റെ ഇതായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കാരണം നമ്മുടെ OBC ജനറൽ EWS കാൻഡിഡേറ്റ്സിന് എത്രയാണ് വരുന്നത്, 100 rupees പേയ്മെന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് പേയ്മെന്റ് ഇല്ലായിരുന്നു. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി പേയ്മെന്റിലേക്ക് എത്തും. പേയ്മെന്റ് കംപ്ലീറ്റ് ആയാലും നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ലായി ഫുള്ളായെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ്, OBC ജനറൽ EWS കാൻഡിഡേറ്റ്സ് എല്ലാം അത് ശ്രദ്ധിച്ചോണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പൈസ ഇല്ല, SC ST കാൻഡിഡേറ്റ്സിനും ഇല്ല. അത് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ആ കൃത്യമായിട്ട് നോക്കിക്കോണം, നിങ്ങളുടെ പേയ്മെന്റ് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻഡിങ് ആണോ, ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻഡിങ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് കാണിച്ചു തരും, നിങ്ങൾക്ക് എല്ലാം സക്സസ്ഫുൾ ആണെന്നുള്ള രീതിയിൽ കാണിച്ചു തരും. ഇത്രയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വേറെ ഒന്നും കൂടുതൽ അതിൽ ചെയ്യാനായിട്ടില്ല, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക, ഒരു മിസ്റ്റേക്സും വരുത്താണ്ടിരിക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, 1 ടൈം രജിസ്ട്രേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് 30-ാം തീയതി വരെ ഉള്ളത്. ഇപ്പം രജിസ്റ്റർ ചെയ്തവർ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ നോക്കിക്കോളുക. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് പഠിക്കാനുള്ള ഒരു ടൈമാണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷനൊക്കെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇരുന്ന് അങ്ങ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CGL ആണ്, ചെറിയൊരു എക്സാമിനേഷൻ അല്ല, അല്ലെങ്കിൽ CHSലാണ്, ചെറിയൊരു എക്സാമിനേഷൻ അല്ല എന്ന് കണ്ട് തന്നെ കൃത്യമായ രീതിയിൽ എല്ലാ ടൈമും അതിനു വേണ്ടിയായിട്ട് സ്പെൻഡ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വർഷത്തിൽ ഒരിക്കലാണ് എക്സാം വരുന്നത്, നമുക്ക് ഏജ് പൊക്കോണ്ടിരിക്കുകയാണ്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. SSC CGLന്റെ ക്രാഷ് കോഴ്സ് എടുത്ത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ അത് സൂക്ഷിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കൈവരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഓക്കെ, എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.